ഫസ്റ്റ് പാർട്ടിൽ മൂഞ്ചൽ മുഴുവൻ ഒഴിവാക്കാനായിട്ട് സെക്കൻഡ് പാർട്ടിൽ സാഹസികമായിട്ട് വണ്ടി ഓടിച്ച് അവസാനം നമ്മൾ സൂലെത്തി. ഗൈസ്, അങ്ങനെ സാഹസികമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ സൂ കാണാം. സൂ അങ്ങനെ ടിക്കറ്റും കൊണ്ട് കയറി നമുക്ക് സൈൻ ബോർഡ് ആയിട്ടുണ്ടായിരുന്ന പാദങ്ങളായിരുന്നു. പാതയെ പിന്തുടരുന്നതിന് പകരം പാദങ്ങളെ പിന്തുടരുന്നു. അങ്ങനെ 10 രൂപേന്റെ സൈക്കിൾ എടുത്ത് നമ്മളെ സൂ പ്രയാണം ഇവിടെ തുടങ്ങുകയാണ്. ഫൈസ് എന്ന പേരിന് പകരം പട്ടിഷോ ഫൈസ് എന്ന പേരിട്ട് ഞാൻ ചെറുതായിട്ടൊന്നും സൈക്കിളിന്റെ മുന്നേ വന്നിക്കാൻ നോക്കിയെങ്കിലും വലുതായിട്ട് എന്റെ പാളി. സൈക്കിൾ ഓട്ടി തുടങ്ങിയപ്പോഴാണ് നമ്മളെ പറ്റിച്ച കാര്യം നമ്മൾ അറിഞ്ഞത്. എത്ര വട്ടത്തിൽ ചവിട്ടിട്ട് നീളത്തിലാണ് പോകുന്നത് ഗൈസ്. നിങ്ങളെ ഇതുപോലെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. ആദ്യം തന്നെ കണ്ട കാഴ്ച ഒരു ചിങ്ങണ്ടി പെണ്ണിനെ വായി നോക്കുന്ന 4 ചിങ്ങണ്ടിക്കുട്ടന്മാരാണ്. 4 ആൾക്കാരും ഭയങ്കര ഡിസ്കഷനിലേനി. അടുത്തതായിട്ട് ചെളിക്കുണ്ട് കിടന്ന ഇപ്പൊട്ടമാസിനെ കണ്ട സന്തോഷത്തിന് ഞാൻ ഇന്ത്യക്കാരനോട് പറഞ്ഞു, ഇപ്പൊ बड़ा और भी है उधर पीछे. അയാൾ നന്നായിട്ട് പുച്ഛിച്ചങ്ങ് പോയി. ഇതാണ് ഞാൻ ആരെയും ഹെൽപ്പ് ചെയ്യാത്ത കൈ. ഇളിമ്പിനെ ഞാൻ വി ഹാവ് നോ ബ്രെയിൻ എന്നുള്ള ബോർഡും കണ്ട് ബാക്കിയുള്ളവരെ ഊക്കാന്ന് വിചാരിച്ചു. I have much more brain than Faiz has. തമിഴിലെ പേസിംഗ തമിഴ് തെരിയും എനിക്ക്. മലയാളത്തിലെ ഊക്കിന്റെ പുറമെയായിരുന്നു തമിഴിലെ ഊക്ക്. അടുത്തതായി അതിൽ ഊക്കാന്ന് വിചാരിച്ചു. ये भी था उसमें बता നീ ലോക്കലാണെന്ന് അയാൾക്ക് അറിയാവുന്ന. അങ്ങനെ അതെങ്കിലും സക്സസ് ആയി. അടുത്തതായിട്ട് കാണാൻ പോയത് മാന്റെ. നാട്ടിലെ സുലൈമാൻ അല്ലട്ടോ, നല്ല പുള്ളിയുള്ള പുള്ളിമാൻ. പെട്ടെന്നാണ് അവിടെ ഒരു കാഴ്ച. ഗൈസ്, കരടികൾ ഉമ്മക്കണ്. ലിപ്സ്റ്റിക് ഇട്ട കരടിയാണ്. മോളെ 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 എന്ത് ചെയ്യാൻ, ഒരു കരടിക്ക് പോലും നമ്മളോട് മൈൻഡിലായിരുന്നു. ഇപ്പോഴല്ലേ നമ്മൾ ക്രോണിക് സിംഗിൾ ആയതിന്റെ കാര്യം നമുക്ക് പിടികിട്ടി. അതിന്റെ വിഷമം ഞാൻ അങ്ങനെ ഊഞ്ഞാലിൽ ആടി തീർത്ത്. അപ്പൊ ഇനി പാർട്ട് 3 വേണോ ഗൈസ്? അപ്പൊ പാർട്ട് 3 വരേക്കും ബൈ.